മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിശദ പഠനത്തിനായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വയനാട്ടിലെത്തി. കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം സംഘം ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കും. അതേസമയം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇന്ന് തിരച്ചിലുകൾ നടക്കില്ല. ഇന്ന് രാവിലെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 17-അംഗ സംഘമാണ് വയനാട്ടിലെത്തിയത്. ഈ മാസം 31-ാം തീയതി വരെ സംഘം മേഖലകൾ സന്ദർശിക്കും. തുടർന്ന് റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ദുരന്തബാധിത മേഖല സന്ദർശിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ മേഘശ്രീ പറഞ്ഞു. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ആണ് ടീമിന്റെ ഉദ്ദേശം. സോ ഇവർ എക്സ്പെർട്സ് ആണ്. സോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും പിന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്സ് ആണ്. സോ അവിടെ നിന്ന് എക്സ്പെർട്സ് ടീം വന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മുടെ ഡിസാസ്റ്റർ എന്തൊക്കെയായിരുന്നു, ഇതിലെ അഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും ആരൊക്കെയാണ് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അവരുടെ ലൈവ്ലിഹുഡ് എങ്ങനെയാണ്, അതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സൈറ്റ് വിസിറ്റ്സ് ഉണ്ടാവും, പിന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും. സോ ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും ഇതിലുണ്ട്. നമ്മൾ ഡിസ്ട്രിക്റ്റിൽ നിന്നും ആൾക്കാരുണ്ട്, സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇന്ന് തിരച്ചിലുകൾ ഉണ്ടാവില്ല എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. കാലാവസ്ഥ അനുകൂലമാകുന്നതിനനുസരിച്ച് തിരച്ചിലുകൾ തുടരുമെന്നും വനം വകുപ്പ് മന്ത്രി പറഞ്ഞു. തെരച്ചിൽ ഇന്ന് നടത്തണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ തെരച്ചിലിന് അനുയോജ്യമല്ല. കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് അനുകൂലമായി ഇന്ന് തന്നെ തുടങ്ങും. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എപ്പോഴാണ് നടക്കാൻ കഴിയുക, അതിന് ടൈമില്ല. നമുക്ക് നടത്താൻ കഴിയുന്ന അനുകൂല സാഹചര്യം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ നടത്താമെന്നുള്ളതാണ്. കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ T സിദ്ദിഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ എന്നിവരും പങ്കെടുത്തു. ഇന്നലെ ആനയടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെ നടത്തിയ തിരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ആനയടിക്കാപ്പ്, സൂചിപ്പാറ മേഖലകൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പ്രത്യേക തെരച്ചിൽ തുടരും. ജനം, വയനാട്.